ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വിഷയം കൊയ്ത്ത്. ഹല്ലേലൂയ. ലൂക്കോസ് 10:2. ഹല്ലേലൂയ. ലൂക്കോസ് 10:2. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കൊയ്ത്ത് എവിടെ, വേലക്കാർ ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. കൊയ്ത്ത് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാത്ത ഈ ചുറ്റുപാടുമുള്ള ദേശമാണ് കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്നത്. ആ ജനമാണ് കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്നത്. കൊയ്ത്ത് എന്നാൽ സുവിശേഷമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഹല്ലേലൂയ, കൊയ്ത്ത് വളരെയേറെയുണ്ട്, വേലക്കാരോ കുറവ്. ഹല്ലേലൂയ. അതിനർത്ഥം നമ്മൾ വേല ചെയ്യുക. ആ വേല നമ്മുടെ ചുറ്റുമുള്ള ദേശമാണ്. അതായത് സത്യദൈവത്തെ, അതായത് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാത്ത ജനത്തിൻ്റെ മധ്യയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വേലക്കാരെന്ന് വെച്ചു കഴിഞ്ഞാൽ സഭകളാണ്, ദൈവസഭകളാണ്. അതായത് പെന്തക്കോസ്ത് ദൈവസഭകളാണ് വേലക്കാർ. ഹല്ലേലൂയ. സഭകളെന്ന് പറയാൻ കാരണം 2 കൊരിന്ത്യർ 6:16, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അവിടെ വാക്യം പറയുന്ന നാം, അതായത് വിശ്വാസി ദൈവമക്കൾ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ എന്ന് വെച്ചാൽ ആലയമാണ് ഒരു വിശ്വാസി. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:16 പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അവിടെയും പറയുന്നത് ഒരു വിശ്വാസി സഭയാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ വിഷയം സഭയ്ക്കുള്ളതാണ്, ഒരു സഭയുടെ വിഷയം വിശ്വാസിക്കുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ച് അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ സഭയാണ് ഒരു വിശ്വാസി, വിശ്വാസിയാണ് സഭ. 1 കൊരിന്ത്യർ 22:8, 9, 10 എന്താണ് പറയുന്നത്? കൃപാവരം അവിടെ വീതിച്ചു നൽകിയിരിക്കുകയാണ്. ഒരാൾക്ക് മാത്രമല്ല, പലർക്കായിട്ട്. അതൊരു സഭയ്ക്കുള്ളിൽ പലർക്കായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ സഭയിലാണ് കൃപാവരങ്ങൾ എല്ലാം നൽകപ്പെടുന്നത്. അതാണ് വേലക്കാർ സഭയെന്ന് പറയുവാൻ കാരണം. കൊയ്ത്തിൻ്റെ വേലക്കാർ സഭയാണ്. ഹല്ലേലൂയ. അതായത് സഭയിലാണ് കൃപാവരങ്ങളെല്ലാം ലഭിക്കുന്നത്, ഒരാൾക്കായി മാത്രം ലഭിക്കുന്നതല്ല. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സഭ, ദൈവസഭകളിൽ പ്രസംഗം മാത്രം പോരാ, ഈ കൃപാവരങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനം കൂടെ വേണം, ആത്മീയമായിട്ടുള്ള പ്രവർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രവർത്തനം ഇന്ന് സഭകളിൽ വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. നടക്കുന്നില്ല എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുണ്ട്, ശരിയായ രീതിയിൽ വന്നിട്ടില്ല. നടന്നാൽ ദൈവസഭകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതായത് കൃപാവരങ്ങൾ സഭയിൽ ഉണ്ടായിരിക്കും. കൃപാവരത്തിൽ പെടുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇത് പുറത്തുള്ള ജനം രക്ഷയുടെ മാർഗത്തിലേക്ക് വരും, ശത്രു അവിടെ പരാജയപ്പെടും. കൃപാവരങ്ങൾ സഭയ്ക്കുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടും, അവൻ വിട്ടിട്ടോടും. ജനം സത്യദൈവത്തെ തിരിച്ചറിയും, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയും. ഹല്ലേലൂയ. ദൈവശക്തിയെ തിരിച്ചറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ കർത്താവിന് വേണ്ടി രക്ഷയുടെ മാർഗത്തിലേക്ക് പുറത്തുള്ള ജനത്തെ കൊണ്ടുവരുന്ന ജോലി, വേല, കൊയ്ത്ത് ദൈവ പെന്തക്കോസ്ത് ദൈവ സഭകളുടേതാണ്. ഹല്ലേലൂയ. ഈ വചനമൊക്കെയും തിരുവചനത്തിൽ കിടക്കുന്നു. ഹല്ലേലൂയ. കൊയ്ത്ത്, വേല, ഹല്ലേലൂയ, ശത്രുവിനോടുള്ള പോരാട്ടം, ആത്മീയത, ഹല്ലേലൂയ, കർത്താവിൻ്റെ സർവായുധ വർഗം, ഇവയെല്ലാം തിരുവചനത്തിൽ കിടന്നിട്ടും അവിടേക്ക് എത്തി നോക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെയൊക്കെ തൊട്ടു പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ഈ വിവരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വചനം എടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായി നീ ആരുള്ളൂ. കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായി നീ ആരുള്ളൂ. പ്രിയരെ, ഞാനിവിടെ നിർത്തുകയാണ്. ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. കർത്താവിൻ്റെ വരവേറ്റം സമീപിച്ചിരിക്കുന്നു. ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും നാം ദൈവമക്കൾ ആയിരിക്കേണ്ട സമയമാണ്. ഈ ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചുമെന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, വചനം ഉപയോഗിക്കുന്നത് പെന്തക്കോസ്തിലാണ്, പെന്തക്കോസ്ത് ദൈവസഭകളിലാണ്. മറ്റുള്ള സഭകളിൽ ഈ വാക്കുകൾ ഉപയോഗിക്കത്തില്ല. അതെന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, അത് ഞാൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് എന്തുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്നില്ലെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് കേട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്നും നിർത്തുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.